ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. വെളിപാട് 4:8. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മുൻപിൽ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം എപ്പിസോഡ് 9 നാം ഇന്ന് പ്രവേശിക്കുകയാണ്. ഈ വായനയിലൂടെയും എഴുതുന്നതിലൂടെയും നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും മാനസാന്തരങ്ങളും രോഗസൗഖ്യങ്ങളും നടക്കുന്നു. എപ്പിസോഡ് 9, അധ്യായം 5. പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നു. നമുക്കൊരുമിച്ച് വായിക്കുകയും യേശു എന്ത് പറയുന്നു, യേശു എന്ത് ചെയ്തു എന്ന് നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കുകയും ചെയ്യാം. അവർ കടലിൻ്റെ മറുകരയിൽ ഗർസേരരുടെ നാട്ടിലെത്തി. അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും അവനെ കാൽ വിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്തു കളയുകയും ചെയ്തിരുന്നു. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. രാപ്പകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലുമായിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലറ കൊണ്ട് തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അകലെ വെച്ച് തന്നെ അവൻ യേശുവിൻ്റെ കാൽക്കൽ ഓടി വന്ന് അവനെ പ്രണമിച്ചു. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിനിടപെടുന്നു? ദൈവത്തെക്കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങ് എന്നെ പീഡിപ്പിക്കരുതേ. കാരണം അശുദ്ധാത്മാവ് ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരുമെന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. നിന്റെ പേരെന്താണ്? യേശു ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ പേര് ലെഗിയോൺ. ഞങ്ങൾ അനേകം പേരുണ്ട്. ഞങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുതേ എന്നവൻ കേണപേക്ഷിച്ചു. വലിയൊരു പന്നിക്കൂട്ടം മലയരികിൽ മേയുന്നുണ്ടായിരുന്നു. ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക, ഞങ്ങൾ അവരിൽ പ്രവേശിച്ചു കൊള്ളട്ടെ എന്ന് അവൻ അപേക്ഷിച്ചു. അവൻ അതുവരെ അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു. അവൻ അനുവാദം നൽകി. അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു. ഏകദേശം 2000 പന്നികളുണ്ടായിരുന്നു. അവ കിഴക്കാൻ തൂക്കായി നിരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു. പന്നികളെ മേച്ചുകൊണ്ടിരുന്നവർ ഓടിപ്പോയി നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും വിവരമറിയിച്ചു. സംഭവിച്ചതെന്തെന്ന് കാണാൻ ജനങ്ങൾ വന്നുകൂടി. അവർ യേശുവിൻ്റെ അടുത്തെത്തി. ലെഗിയോൺ ആവേശിച്ചിരുന്ന പിശാച് ബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു. അവർ ഭയപ്പെട്ടു. പിശാച് ബാധിതനും പന്നികൾക്ക് സംഭവിച്ചത് കണ്ട് അവർ അക്കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. തങ്ങളുടെ പ്രദേശം വിട്ടുപോകണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു. അവൻ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ പിശാച് ബാധിച്ചിരുന്ന മനുഷ്യൻ അവനോടുകൂടെ പോകുന്നതിന് അനുവാദം ചോദിച്ചു. എന്നാൽ യേശു അനുവദിച്ചില്ല. അവൻ പറഞ്ഞു, നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക. കർത്താവ് നിനക്ക് വേണ്ടി ചെയ്ത് പ്രവർത്തിച്ചതും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. അവൻ പോയി യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തതെന്ന് മെക്കോപോളിസ് പ്രഘോഷിക്കാൻ തുടങ്ങി. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നോട്ട് ബുക്കും പേനയും എടുത്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട ഭാഗത്തിൽ നിന്ന് എപ്പിസോഡ് 9, യേശു എന്ത് പറഞ്ഞു, യേശു എന്ത് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. അധ്യായം 5:10. യേശു എന്ത് പറഞ്ഞു? നിന്റെ പേരെന്താണ്? 5:19. യേശു എന്ത് പറഞ്ഞു? നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക. കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിച്ചതെന്തെന്നും
എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. 5:21 യേശു എന്തു ചെയ്തു? യേശു വീണ്ടും വഞ്ചിയിൽ മറുകരയിലെത്തി. അവൻ കടൽ തീരത്ത് നിന്നു. പ്രിയപ്പെട്ടവരെ, വളരെ കുറച്ച് ഭാഗമാണ് നമ്മളിപ്പോൾ വായിക്കുന്നതെങ്കിലും ദൈവവചനം വായിക്കുമ്പോൾ പ്രത്യേകമായ വിടുതലും രോഗശാന്തിയും പാപം ചെയ്യാതിരിക്കാനുള്ള വലിയ പ്രേരണയും പ്രചോദനവും ശക്തിയും നമ്മിലേക്ക് കടന്നു വരുന്നതായി നമുക്ക് അനുഭവിക്കാം. അനേകം മക്കൾ എപ്പിസോഡ് 8 വരെ കേട്ട് അനേകം മക്കൾ സിസ്റ്ററിനോട് ഷെയർ ചെയ്യുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക പ്രചോദനത്താൽ വളരെ ചെറിയ കൊച്ചു കൊച്ചു വീഡിയോസായിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ നിങ്ങൾ ഇത് ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ ചെയ്യുകയാണെങ്കിൽ യേശു പ്രവർത്തിക്കുന്നത് ഹബക്കൂക്ക് 1:5 അഭിഷേകം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാനിതാ ചെയ്യാൻ പോകുന്നു. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. സിസ്റ്ററും കാർമൽ റൂഹ ടീം അംഗങ്ങളും ഈ കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ വിശദീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററോട് കൂടെ വായിക്കുകയും നോട്ട് ബുക്കിൽ ഇത് എഴുതി വയ്ക്കുകയും ചെയ്യുക. ആമേൻ.